എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വീഡിയോ സീരീസാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളുടെയും 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതായത് നിങ്ങളിപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഓരോ ടോപ്പിക്കുകളുടെയും 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ മെറ്റീരിയൽ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പോളിറ്റി ടോപ്പിക്സിലൂടെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലത്തെ 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ആർ നോട്ട് അലൗഡ് ടു വോട്ട് ഇൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമുക്കറിയാം, പ്രസിഡന്റിനെ ചൂസ് ചെയ്യാനുള്ള ഇലക്ഷനിൽ MPസിനും MLAസിനും വോട്ട് ചെയ്യാൻ സാധിക്കും. അതിലൊരു കണ്ടീഷനായിട്ടുള്ളത് നോമിനേറ്റഡ് ആയിട്ടുള്ള MPs, അതുപോലെ തന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, അതായത് ചില സ്റ്റേറ്റുകളൊക്കെ ബൈ ക്യാമറലാണ്, അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കാണും, ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണും. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെ MLCs, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസിനും അതുപോലെ തന്നെ നോമിനേറ്റഡ് ആയിട്ടുള്ള MPs അല്ലെങ്കിൽ MLAസിനും ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത്, a notice of a resolution for the president's impeachment must be signed by at least 1/4 of the total members of the house where it is initiated. ഒന്നും കൂടെ വായിക്കാം. A notice of a resolution for the president's impeachment must be signed by at least 1/4 of the total members of the house where it is initiated. നമുക്കറിയാം, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷന് മുന്നോടിയായിട്ട് ഒരു നോട്ടീസ് രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇനീഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷന് നോട്ടീസ് കൊടുക്കണമെങ്കിൽ ആ ഒരു നോട്ടീസിൽ ഇപ്പോൾ രാജ്യസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ ഏത് ഹൗസിലാണ് ഈ ഒരു ഇംപീച്ച്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു ഹൗസിൻ്റെ 1/4 ഓഫ് ദ മെമ്പേഴ്സ് എങ്കിലും ആ ഒരു നോട്ടീസിൽ സൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലോക്സഭയിലാണ് ഇംപീച്ച്മെൻറ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലോക്സഭയിലത്തെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്യണം. അതല്ല, ഇപ്പോൾ രാജ്യസഭയിലാണ് ഈ ഒരു ഇംപീച്ച്മെൻറ്റ് റെസൊല്യൂഷൻ നോട്ടീസ് കൊടുക്കുന്നതെങ്കിൽ രാജ്യസഭയിലത്തെ 1/4 മെമ്പേഴ്സ് സൈൻ ചെയ്യണം. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് എ ബിൽ റിട്ടേൺ ബൈ പ്രസിഡന്റ് ഇസ് പാസ്ഡ് അഗെയിൻ ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് അമെൻമെൻറ്റ് ആൻഡ് ദെൻ അഗെയിൻ പ്രസൻറ്റഡ് ടു ദ പ്രസിഡന്റ്, ഹി ഹാസ് ടു ഗിവ് അസെൻറ്റ് ടു ഇറ്റ്. ഒന്നും കൂടെ വായിക്കാം. ഇഫ് എ ബിൽ റിട്ടേൺ ബൈ പ്രസിഡന്റ് ഇസ് പാസ്ഡ് അഗെയിൻ ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് വിത്ത് ഓർ വിത്തൗട്ട് അമെൻമെൻറ്റ് ആൻഡ് അഗെയിൻ പ്രസൻറ്റഡ് ടു ദ പ്രസിഡന്റ് ഹാസ് ടു ഗിവ് അസെൻറ്റ് ടു ഇറ്റ്. അതായത് ഇപ്പോൾ പ്രസിഡന്റിന് പലപ്പോഴും ഓർഡിനറി ബിൽസൊക്കെ തിരിച്ചയക്കാനുള്ള പവറുണ്ട്. അങ്ങനെ തിരിച്ചയക്കപ്പെട്ട ബില്ലുകൾ വീണ്ടും ലോക്സഭയും രാജ്യസഭയും പാസ് ചെയ്ത് വീണ്ടും പ്രസിഡന്റിന് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റിന് അത് അംഗീകാരം കൊടുത്തേ മതിയാവും. ഇങ്ങനെ തിരിച്ച് വീണ്ടും പാസ് ചെയ്യുന്ന ബില്ലുകൾ ചേഞ്ചുകൾ വരാം, ചേഞ്ചുകൾ വരാതിരിക്കാം, എങ്ങനെ ഏത് ഫോമിൽ വന്നാലും പ്രസിഡന്റിന് അത് അംഗീകാരം കൊടുത്തേ മതിയാവും. ഈ ഒരു പർട്ടിക്കുലർ പ്രസിഡന്റിൻ്റെ വീറ്റോ പവറിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഞാനൊരു 4 വീറ്റോ പവേഴ്സ് ഇവിടെ പറയാം. അതിൽ ഏത് വീറ്റോ പവറാണ് ഇന്ത്യൻ പ്രസിഡന്റിന് യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 4 ഞാൻ പറയാൻ പോകുന്നത്: സസ്പെൻസീവ് വീറ്റോ, രണ്ടാമത്തേത് ക്വാളിഫൈഡ് വീറ്റോ, മൂന്നാമത്തേത് അബ്സല്യൂട്ട് വീറ്റോ, നാലാമത്തേത് പോക്കറ്റ് വീറ്റോ. ഇതിലേത് വീറ്റോ പവറാണ് ഇന്ത്യൻ പ്രസിഡന്റിന് ഉപയോഗിക്കാൻ സാധിക്കാത്തത്? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. Money bills are introduced in the Lok Sabha with the President's prior permission. Money bills are introduced in the Lok Sabha with President's prior permission. നമുക്കറിയാം, മണി ബിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മണി ബിൽ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡന്റിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടണം. അടുത്ത പോയിന്റ് നോക്കിക്കേ. പ്രസിഡന്റ് ക്യാൻ സീക്ക് ലീഗൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസ് ഫ്രം ദ സുപ്രീം കോർട്ട് although the advice is not binding. President can seek legal or constitutional advice from the Supreme Court although the advice is not binding. അതായത് ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റ് ഇപ്പോൾ ഒരു ലീഗൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നൊരു പവറാണ്. എന്തൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിയിൽ അഡ്വൈസ് ചോദിക്കാവുന്നതാണ്. അതിൽ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം സുപ്രീം കോടതി ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അഡ്വൈസ് പ്രസിഡന്റിന് ബൈൻഡിങ് അല്ല. അതായത് സുപ്രീം കോടതി കൊടുത്ത അഡ്വൈസ് അതേപടി പ്രസിഡന്റിന് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രസിഡന്റ് അത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അത് പ്രസിഡന്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ പ്രസിഡന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.